ഇന്നലെ തുടർച്ചയായി രണ്ടാം ദിനവും മുന്നേറാൻ സാധിച്ചത് നിക്ഷേപക വികാരം മെച്ചപ്പെടുത്താൻ സഹായകമായിട്ടുണ്ട്. കൂടാതെ ഹ്രസ്വകാല ബുള്ളിഷ് ട്രെൻഡും ശക്തമായിരിക്കുകയാണ്. അതേസമയം 2 ദിവസത്തെ മുന്നേറ്റം വാരാന്ത്യം ലാഭമെടുപ്പിന് കാരണമായേക്കുമെന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട്. ഊർജം, ഫാർമ, FMCG ഓഹരികളുടെ മുന്നേറ്റത്തിലാണ് കഴിഞ്ഞ ദിവസം വിപണികൾ നേട്ടം കണ്ടത്. നിഫ്റ്റി 207.40 പോയിന്റ് ഉയർന്ന് 22,544.70 സെൻസസ് 609.86 പോയിന്റ് കുതിച്ച് 74,340.09 പോയിന്റിലും വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്നലത്തെ മുന്നേറ്റം പ്രതിദിന ചാർട്ടിലെ സമീപകാല വിടവ് നികത്താൻ നിഫ്റ്റിയെ സഹായിച്ചുവെന്ന് LKP സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ഡേ അഭിപ്രായപ്പെടുന്നു. RSI ചരിത്ര താഴ്ചകളിൽ നിന്ന് കരകയറുകയാണ്. നിലവിൽ ഒരു ബുള്ളിഷ് ക്രോസ് ലെവലിലാണ്. ഉയർന്ന നിലയിൽ 23,750 മുതൽ 23,800 ലെവൽ വരെ സൂചിക നീങ്ങാം. 22,300 മുകളിൽ പിടിച്ചു നിൽക്കുന്നിടത്തോളം വികാരം ശക്തമായി തുടരാൻ സാധ്യതയുണ്ട്. 5,094 രൂപ ലെവലിൽ ഈ ഓഹരി ആകർഷകമാണെന്ന് ബൊനാൻസെ പോർട്ട്ഫോളിയോയിലെ വിദഗ്ധർ പറയുന്നു. 5,298 രൂപ വരെ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നത്. അതേസമയം തിരിച്ചിറങ്ങുന്ന പക്ഷം 4,992 ലെവൽ നിർണായകമാണെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഓഹരി വില 5,086 രൂപയാണ്. വാരാന്ത്യ നേട്ടം കൊയ്യുന്ന 9 ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് 682 രൂപ ലെവലിൽ ഈ ഓഹരി ആകർഷകമാണെന്ന് ബൊനാൻസെ പോർട്ട്ഫോളിയോയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. 709 രൂപ വരെ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നത്. അതേസമയം തിരിച്ചിറങ്ങുന്ന പക്ഷം 668 ലെവൽ നിർണായകമാണെന്ന് നിർദ്ദേശിക്കുന്നു. നിലവിൽ ഓഹരി വില 680.45 രൂപയാണ്. ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് 575 രൂപ ലെവലിൽ ഈ ഓഹരി ആകർഷകമാണെന്ന് ഓഹരി വിപണി വിദഗ്ധനായ മിലൻ വൈഷ്ണവ് പറയുന്നു. 615 രൂപ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നത്. അതേസമയം തിരിച്ചിറങ്ങുന്ന പക്ഷം 550 ലെവൽ നിർണായകമാണെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഓഹരി വില 573.25 രൂപയാണ്. ഏഷ്യൻ പെയിന്റ്സ് 2,230 മുതൽ 2,240 രൂപ ലെവലിൽ ഈ ഓഹരി ആകർഷകമാണെന്ന് ഓഹരി വിപണി വിദഗ്ധനായ ഫോറം ചെദ്ദേ പറയുന്നു. 2,374 രൂപ വരെ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നത്. അതേസമയം തിരിച്ചിറങ്ങുന്ന പക്ഷം 2,189 ലെവൽ നിർണായകമാണെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഓഹരി വില 2,267 രൂപയാണ്. ഇൻഡിഗോ 4,900 രൂപ വരെ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസിലെ വിദഗ്ധർ കാണുന്നത്. അതേസമയം തിരിച്ചിറങ്ങുന്ന പക്ഷം 4,600 ലെവൽ നിർണായകമാണെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഓഹരി വില 4,765 രൂപയാണ്. ഗാർവെർ ഹൈടെക്സ് ഫിലിംസ് 4,490 രൂപ ലെവലിൽ ഈ ഓഹരി ആകർഷകമാണെന്ന് ഓഹരി വിപണി വിദഗ്ധനായ അങ്കുഷ് ബജാജ് പറയുന്നു. 4,875 രൂപ മുതൽ 4,925 രൂപ വരെ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നത്. അതേസമയം തിരിച്ചിറങ്ങുന്ന പക്ഷം 4,348 ലെവൽ നിർണായകമാണെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഓഹരി വില 4,508 രൂപയാണ്. ONGC 232.60 രൂപ ലെവലിൽ ഈ ഓഹരി ആകർഷകമാണെന്ന് ഓഹരി വിപണി വിദഗ്ധനായ അങ്കുഷ് ബജാജ് അഭിപ്രായപ്പെടുന്നുണ്ട്. 244 രൂപ മുതൽ 248 രൂപ വരെ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നത്. അതേസമയം തിരിച്ചിറങ്ങുന്ന പക്ഷം 226 ലെവൽ നിർണായകമാണെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഓഹരി വില 232.25 രൂപയാണ്. ഗബ്രിയേൽ ഇന്ത്യ 495 രൂപ മുതൽ 518 രൂപ ലെവലിൽ ഈ ഓഹരി ആകർഷകമാണെന്ന് മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യയിലെ വിദഗ്ധർ പറയുന്നു. 610 രൂപ വരെ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നത്. അതേസമയം തിരിച്ചിറങ്ങുന്ന പക്ഷം 470 ലെവൽ നിർണായകമാണെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഓഹരി വില 513 രൂപയാണ്. ആംബർ എന്റർപ്രൈസസ് 6,000 രൂപ മുതൽ 6,200 രൂപ ലെവലിൽ വരെ ഈ ഓഹരി ആകർഷകമാണെന്ന് മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യയിലെ വിദഗ്ധർ പറയുന്നു. 7,700 രൂപ വരെ ഓഹരി ഉയരാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നത്. അതേസമയം തിരിച്ചിറങ്ങുന്ന പക്ഷം 5,500 ലെവൽ നിർണായകമാണെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ഓഹരി വില 6,165 രൂപയാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിലവിൽ ലഭ്യമായ വസ്തുതകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് ഓഹരി വാങ്ങാനോ ഒഴിവാക്കാനോ ഉള്ള നിർദ്ദേശമല്ല. നിക്ഷേപകരുടെ അറിവിലേക്കായി മാത്രമാണ് ഈ വീഡിയോ. ഓഹരി നിക്ഷേപങ്ങൾ വിപണികളിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. അതിനാൽ നിക്ഷേപങ്ങൾ സ്വയം ഉത്തരവാദിത്തത്തിൽ വാങ്ങണം.